വമ്പൻ വലിപ്പവും ദേഹത്തു മുഴുവൻ രോമവുമൊക്കെ കാണുമ്പോൾ തന്നെ ആരായാലും ഒന്ന് പേടിച്ചു പോകും. അതാണ് ടാറാൻചൂള എന്ന എട്ടുകാലി. മനുഷ്യരൊക്കെ ഭൂമിയിൽ രൂപപ്പെടുന്നതിന് മുൻപേ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവ ഭൂമിയിലുണ്ട്. മറ്റു പല ജീവികൾക്കും ഇതിനോടകം പരിണാമം സംഭവിച്ചുവെങ്കിലും അങ്ങനെ രൂപമാറ്റത്തിൽ കാര്യമായ മാറ്റങ്ങളുമൊന്നും സംഭവിക്കാത്ത ജീവി കൂടിയാണ് ടാറാൻചൂള. കൊച്ചുകൂട്ടുകാർ സ്കൂളിൽ പരിണാമത്തെപ്പറ്റിയും കൗതുക ജീവികളെപ്പറ്റിയും പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട എട്ടുകാലി വർഗത്തിലെ ജീവി കൂടിയാണ് ഇവ. ടാറാൻചുള വിഭാഗത്തിൽ ഏകദേശം 700 ഇനം എട്ടുകാലികൾ ഉണ്ടെന്നാണ് കണക്ക്. തെക്ക്, വടക്ക്, മധ്യ അമേരിക്കയിലെ മഴക്കാടുകളിലും ആഫ്രിക്കയിലുമെല്ലാം ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിൽ മാളം കുഴിച്ച് അതിലാണ് ഇവരുടെ ജീവിതം. കാഴ്ചയിൽ ഭീകരനാണെങ്കിലും മനുഷ്യന് കാര്യമായ ദോഷമൊന്നും ഇവയെക്കൊണ്ട് സംഭവിക്കാറുമില്ല. ഒരു തേനീച്ചയെക്കാളും വിഷം കുറവാണ് പല ടാറാൻചുള എട്ടുകാലിക്കും. പക്ഷേ കാട്ടിലൂടെ നടക്കുന്നതിനിടെ ഇവ ദേഹത്തു വീണാൽ ആരായാലും അലറിക്കരഞ്ഞ് ഓടുമെന്ന കാര്യം ഉറപ്പാണ്. രാത്രിയിലാണ് ഇവ പ്രധാനമായും ഇര തേടുക. പാമ്പുകളെയും പല്ലികളെയും തവളകളെയും പക്ഷികളെയും തിന്നുന്ന ഗോലിയാത്ത് ടാറാൻചുളകളും കൂട്ടത്തിലുണ്ട്. പല നിറത്തിലുമുണ്ട് ഇവ. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും കിടിലൻ നിറമുള്ള ടാറാൻചുള ഇന്ത്യയിലാണെന്ന കാര്യം കൂട്ടുകാർക്കറിയാമോ? തെക്കേ ഇന്ത്യയിലെ കാടുകളിൽ കണ്ടെത്തിയ നീല ടാറാൻചുളകളാണ് ആ താരങ്ങൾ. ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പൊയേസിലോറ്റേറിയ ജീനസിൽ ഉൾപ്പെടുന്ന ടാറാൻചുളകളെല്ലാം പ്രത്യേക നിറങ്ങൾക്ക് പ്രശസ്തമാണ്. എന്നാൽ പൊയേസിലോറ്റേറിയ മെറ്റാഗാലിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നവയാണ് കൂട്ടത്തിൽ കേമൻ. അവയുടെ അസാധാരണ നീലനിറം തന്നെയാണ് കാരണവും. ഇന്ദ്രനീലക്കല്ലിൻ്റെ നീലനിറത്തിനു സമാനമാണ് ഇവയുടെ നിറമെന്നാണ് ഗവേഷകർ പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗൂട്ടിയിലാണ് നീല ടാറാൻചുളയെ ആദ്യമായി കണ്ടെത്തുന്നത്. അതിനാൽ തന്നെ ഗൂട്ടിയിലെ ഇന്ദ്രനീലക്കല്ല് പതിപ്പിച്ച ആഭരണം എന്ന വിശേഷണവും ഇവയ്ക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവയ്ക്ക് പൂർണ്ണമായ നീലനിറമല്ലെന്നും ഓരോരുത്തരും കാണുന്ന ആംഗിളിനനുസരിച്ച് നിറം മാറി തോന്നുന്നതാണെന്നും ഗവേഷകർ പറയുന്നു. മയിലുകളും ചിലയിനം തുമ്പികളുമെല്ലാം ഈ നിറമാറ്റം സംഭവിക്കാറുണ്ട്. പീകോക്ക് ടാറാൻചുള എന്നും ഈ എട്ടുകാലിക്കു പേരുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയാൽ ഒരു നീല ടാറാൻചുളയ്ക്ക് 15 മുതൽ 20 സെന്റിമീറ്റർ വ്യാസമുണ്ടാകും. ബംഗാളിലെയും തെക്ക് ഇന്ത്യയിലെയും ഉഷ്ണമേഖലാ കാടുകളാണ് ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രം. എന്നാൽ വനനശീകരണം ശക്തമായതോടെ ഇവയുടെ നിലനിൽപ്പും ഭീഷണിയിലാണ്. മനുഷ്യർക്ക് അത്ര ഭീഷണിയില്ലെങ്കിലും മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം കനത്ത വിഷമാണ് ഇവ പുറത്തുവിടുന്നത്. മനുഷ്യരിൽ തന്നെ കടിയേറ്റ ഭാഗത്ത് വേദനയും തലവേദനയും ഒരാഴ്ചയോളം അമിതമായ വിയർപ്പും സംഭവിക്കുമെന്നും പറയുന്നു. കാഴ്ചയിലെ ഭംഗി കാരണം 1990കളിൽ ഇവയെ വളർത്തുജീവിയായി കയറ്റുമതി വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ വംശനാശ ഭീഷണി വന്നതോടെ അവ നിർത്തി. 2008 മുതൽ അതീവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് ഇവ ഇപ്പോൾ.